മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ്. ഇത് പലതവണ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഉൾപ്പൊരുൾ എന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലേ എന്നുള്ളതാണ് ഇവിടെ ചർച്ച. ജനാധിപത്യ രീതിയിൽ എലക്ഷൻ നടന്നിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. എന്നാൽ ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിവിടെ 100% നടപ്പിലാക്കി കാണിച്ചു തന്ന സ്ട്രക്ചർ അത് ശരീരത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഏകീകരിപ്പിക്കുന്ന പ്രവർത്തനമായിരുന്നു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ 23 വർഷം കൊണ്ട് ചെയ്തത്. അന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ എവിടെ പരിശോധന നടത്തിയാലും ഏകദൈവ സിദ്ധാന്തം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടോ ഇനി അതല്ലെങ്കിൽ ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഒരു യുദ്ധം ചെയ്തതായിട്ട് ലോകത്ത് എവിടെയും കാണിക്കാൻ കഴിയില്ല. ഇതിൻ്റെ പേരിൽ ആരെങ്കിലും നോവിച്ചതായിട്ട് കാണിക്കാൻ കഴിയില്ലായിരിക്കും. അത് വ്യക്തമായിട്ട് വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉഹദ് യുദ്ധം തുടക്കം മുതൽക്ക് തന്നെ ജൂതന്മാരെ സഖ്യകക്ഷികളായിട്ടാണ് ബഹുദൈവ വിശ്വാസികളോട് അറ്റാക്ക് നടത്തുന്നത്. അതായത് ഖുറൈശികളോടും രണ്ട് കൂട്ടരും ഒരുമിച്ച് അറ്റാക്ക് നടത്തുന്നത്. ഇതേപോലെ തന്നെ ദീനിൻ്റെ അവസാന ഘട്ടത്തിലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ബഹുദൈവ വിശ്വാസികളെ കൂട്ടുകക്ഷികളാക്കിക്കൊണ്ടാണ് ഖുറൈശികളോടും മറുവിഭാഗം ബഹുദൈവ വിശ്വാസികളോടും യുദ്ധം നടത്താൻ തയ്യാറായത്. അപ്പോൾ ഇവിടെയൊക്കെ വ്യക്തമായിട്ടും ബോധ്യപ്പെടാവുന്ന കാര്യമാണ്, ലോകത്തെ ജനാധിപത്യ വ്യവസ്ഥ നടപ്പിലാക്കിയത് പരിശുദ്ധമായ ദീൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആദർശപരമായിട്ട് ഓരോ മുസ്ലിമിനും സന്തോഷിക്കാനും സംതൃപ്തി അടയാനും പറ്റിയ മേഖലയാണ് പരിശുദ്ധ ദീൻ ഹബീബ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തിന് സമർപ്പിച്ചത് എന്നുള്ളത് വ്യക്തമായ രീതിയിൽ ഓരോരുത്തർക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സത്യമാണ്. ഇത് ലോകത്ത് വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് പഠിക്കലാണ് ഓരോ വ്യക്തികൾക്കും ഓരോ നേതാക്കന്മാർക്കുള്ള ഉത്തരവാദിത്വം. അല്ലാത്ത മുഴുവൻ പരിശ്രമങ്ങളും രീതികളും മനുഷ്യൻ്റെ മുഴുവൻ പ്രവർത്തനം അസ്ഥാനത്താണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ്, ഈ തത്വ സംവിധാനം പുലരുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകിച്ചും ബഹുമാനീയരായ പണ്ഡിതന്മാർ മനസ്സിലാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഈ ഉമ്മത്തിന് ദഅവത്ത്, ഇബാദത്ത്, ഖിലാഫത്ത്, ജിഹാദ് 4 പ്രവർത്തനങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത്. അതല്ലാതെ മറ്റു രീതിയിൽ ഉമ്മത്ത് തളർന്ന് നശിക്കാൻ വേണ്ടിയിട്ടില്ല ഒരു ഉത്തരവാദിത്വമായിട്ടല്ല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ വന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ, മുഴുവൻ മനുഷ്യർക്കും കാരുണ്യമായിട്ട് റഹ്മത്തായിട്ടല്ലാതെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് യാത്ര അയച്ചിട്ടില്ല. ലക്കത്ത് കാലക്കും ഫീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉത്തമമായിട്ടുള്ള മാതൃക അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ലൈഫിൽ ഉടനീളം നിലനിൽക്കുന്നുണ്ട്. ഇത് സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ലോകത്തുള്ള ഓരോ ആലിമീങ്ങൾക്കും ഉത്തരവാദിത്തപ്പെട്ട അമാനത്താണ്. എന്നതിനപ്പുറം മുടി കലക്കിയ വെള്ളം കുടിപ്പിച്ച് ഉമ്മത്തിനെ നശിപ്പിക്കലല്ല ഈ പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം.